ത്തോളം ഇത് വളരെ അനുഗ്രഹപ്രദമാണ്. കാരണം ബുക്ക് വാങ്ങുന്നതിനും സ്കൂൾ തുറക്കുന്ന സമയത്ത് ധാരാളം പഠന ചെലവുകളുണ്ട്. കുട്ടികൾക്ക് പുതിയ യൂണിഫോമും പുസ്തകവും ബുക്കും ഒക്കെ വാങ്ങാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു നല്ല പ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങിയ കൊമ്പങ്കല്ല് യൂണിറ്റ്, SKSF യൂണിറ്റിനോടും അതുപോലെ SYS യൂണിറ്റിനോടും ഈ വിദ്യാലയത്തിനുള്ള അകൈതമായ നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്ക് പാഠപുസ്തകങ്ങൾ സർക്കാരിൽ നിന്ന് സൗജന്യമായി കിട്ടിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകളും സൗജന്യമായിട്ട് നൽകാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിന്റെ പ്രവർത്തകരെ എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം സാമൂഹിക നന്മയെ മുൻനിർത്തി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. അതിന് വീണ്ടും വീണ്ടും ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി സലീന അവരുകളാണ്. അവരെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർമ്മിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി തനൂജയാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നോട്ട്ബുക്കുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ കൊമ്പങ്കല്ല് മഹല്ല് പ്രസിഡന്റ് ബാപ്പു ഹാജി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ SKSF പ്രവർത്തകരും SYS പ്രവർത്തകരുമായ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഓരോ പ്രവർത്തകരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതിന്റെ ഓരോ പ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കടന്നു വന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി സലീന അവരുടെ ക്ഷണിച്ചുകൊള്ളു. ഈ നോട്ട് ബുക്കിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചു. നോട്ട് ബുക്ക് വിതരണം ചെയ്തതിന് ബാബു ഹാജിയെ സംബന്ധിക്കുകയാണ്. അപ്പോ ഒരു ചെറിയ പരിപാടിയാണ് SKSSഉം SYSഉം ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോ പ്രധാന അധ്യാപകൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് പ്രതിഫലമില്ലാതെ കിട്ടി എന്ന് പറഞ്ഞു. അതന്നെ ഏറ്റവും വലിയ സൗകര്യമുള്ള കാര്യമാണ്. ഇനി കുട്ടികൾക്ക് എഴുതേണ്ട നോട്ട് പുസ്തകമാണ്. അത് SKSSന്റെ പരമാവധി കഴിവ് വെച്ചിട്ട് ഓരോ കുട്ടിക്കും കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി കൂടുതൽ ആ വിഷയത്തിൽ മുന്നോട്ട് ഒരു സംഗതി നടക്കുമ്പോ അതില് കാശ് ഇങ്ങനെ ഉണ്ടായി, കാശ് അല്ലെങ്കിൽ അതിന് പിരിച്ചു, അതവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇരിക്കുകയല്ല ചെയ്യുന്നത്. കിട്ടുന്ന കാശ് കൊണ്ട് അതിന്റെ പ്രവർത്തനം കുട്ടികൾക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും അത് കാണിച്ചു കൊടുക്കുമ്പോ വീണ്ടും വീണ്ടും അതിലേക്ക് സംഭാവന വന്നുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, SKSS ഇത് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മറ്റു വല്ല പാർട്ടികളും, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, സാമുദായിക പാർട്ടികൾ ആരെങ്കിലും BJP അടക്കം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. കുട്ടികളുടെ ഭാവി മുന്നോട്ട് പോകാൻ പ്രധാനാധ്യാപകൻ പറഞ്ഞ മാതിരി അത്രയും കഴിവ് കുറഞ്ഞതാണ് നമ്മുടെ ഈ സ്കൂളിനോട് പരിസരത്തും സ്കൂളിനോട് ബന്ധപ്പെട്ടുമുള്ള ആൾക്കാര്. അതുകൊണ്ട് മറ്റുള്ള പാർട്ടികളും ഈ മാതൃക സ്വീകരിച്ച് ഇത് ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.